സ്വാഗതം. സെക്കൻഡ് ചാപ്റ്റർ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്, ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഏതൊക്കെ കോൺസെപ്റ്റ്സ് ആണ് പഠിച്ചത് എന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഒന്നാമത്തത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്, കോസ്റ്റ് കൺസെപ്റ്റ് അഥവാ ഹിസ്റ്ററിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്റ്റ് ഓർ ഡ്യുവലിറ്റി കോൺസെപ്റ്റ്, റവന്യൂ റെക്കഗ്നേഷൻ ഓർ റിയലൈസേഷൻ കോൺസെപ്റ്റ്, മാച്ചിങ് കൺസെപ്റ്റ്. ഇത്രയും കോൺസെപ്റ്റ്സിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി പഠിച്ചിരുന്നു. ഇന്ന് നമുക്ക് ബാക്കി കോൺസെപ്റ്റ്സിനെ പറ്റി പഠിക്കാം. ഏതൊക്കെയാണ് ഇനി ബാക്കി പഠിക്കാനുള്ളത്? ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്, കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്, കൺസർവേറ്റിസം കോൺസെപ്റ്റ്, മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്, ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്സ്. ഈ 5 കോൺസെപ്റ്റ്സിനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കോൺസെപ്റ്റ് ഏതാണിതിൽ? ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്. എന്താണ് ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ദ പ്രിൻസിപ്പിൾ ഓഫ് full disclosure requires that all material facts concerning financial performance of an enterprise must be fully and completely disclosed in the financial statements and accompanying footnotes. എന്താ പറയുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? പൂർണ്ണമായും വെളിപ്പെടുത്തിയിരിക്കണം. അക്കൗണ്ടിങ് റെക്കോർഡ്സിലെ എല്ലാ കാര്യങ്ങളും അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉപയോഗിക്കുന്നവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. ആരാണ് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ ആരാണ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് അല്ലേ? ഇൻറ്റേർണൽ യൂസേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. അപ്പോൾ ഈ ഇൻറ്റേർണൽ യൂസേഴ്സിനും എക്സ്റ്റേണൽ യൂസേഴ്സിനും ബിസിനസ് സംബന്ധമായ തീരുമാനമെടുക്കണമെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ എല്ലാ ഇൻഫർമേഷനും ആവശ്യമാണ്. അപ്പോൾ ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് പ്രകാരം നമ്മൾ പഠിക്കുന്നത് ഇവർക്ക് തീരുമാനമെടുക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെ വെളിപ്പെടുത്തിയിരിക്കണം. സത്യസന്ധമായിട്ടായിരിക്കണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ കാര്യങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. അതുകൂടാതെ എന്താണ് പറയുന്നത്? ആൻഡ് ദെയർ അക്കമ്പനിയിങ് ഫുഡ് നോട്ട്സ്. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ബാക്കിയുണ്ടെങ്കിൽ അവ എന്ത് ചെയ്യണം? വെളിപ്പെടുത്താത്ത കാര്യങ്ങൾ അടിക്കുറപ്പായി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ താഴെ കാണിച്ചിരിക്കണം. ഉദാഹരണത്തിന് കോണ്ടിൻജൻറ്റ് ലയബിലിറ്റി. എന്താണ് കോണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ? വരാൻ പോകുന്ന, അതായത് ഭാവിയിൽ പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ള ബാധ്യതകൾ, അവ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ എന്ത് ചെയ്യണം? നമ്മൾ അടിക്കുറിപ്പായി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ രേഖപ്പെടുത്തിയിരിക്കണം. ഇതാണ് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്ത പ്രിൻസിപ്പിൾ ഏതാണ്? അടുത്ത കോൺസെപ്റ്റ്സ് ഏതാണ്? കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്. ഏതാണ്? കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്. This principle states that the accounting practices should remain in the same from one year to another. Consistency principle eliminates personal bias and helps in achieving results that are comparable. എന്താണ് പറയുന്നത്? കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ പ്രകാരം the principle states that the accounting practices should remain in the same from one year to another. ഓരോ വർഷവും നമ്മൾ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എപ്പോഴും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. എന്ന് പറഞ്ഞാലോ, നമുക്കറിയാം വ്യത്യസ്തമായ രീതികൾ പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഒരു വർഷം ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ അടുത്ത വർഷവും എന്ത് ചെയ്യണം? ഉപയോഗിക്കണം എന്നാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. ഉദാഹരണത്തിന്
നമുക്കറിയാം ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പല മെത്തേഡുകളുണ്ട്. നിങ്ങൾ പിന്നീട് ഉള്ള ക്ലാസ്സുകളിൽ പഠിക്കും. ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പല മെത്തേഡുകളുണ്ട്. റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ്, സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്, അങ്ങനെ പല മെത്തേഡുകൾ. അതോടൊപ്പം സ്റ്റോക്ക് വാല്യൂ ചെയ്യാനും പല മെത്തേഡുകളുണ്ട്. ഉദാഹരണത്തിന് ഫിഫോ മെത്തേഡ്, അതായത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്, അങ്ങനെ പല മെത്തേഡുകളും. അപ്പോൾ ഏതൊരു ബിസിനസ് സ്ഥാപനവും ഏത് മെത്തേഡാണോ ഒരു വർഷം ഉപയോഗിക്കുന്നത് അതേ മെത്തേഡുകൾ തന്നെ അടുത്ത വർഷവും ഉപയോഗിക്കുവാൻ പരിശ്രമിക്കണം എന്നാണ് ഈ പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത്. അതായത് മെത്തേഡുകൾ മാറി മാറി ഉപയോഗിക്കാൻ പാടില്ല. കാരണം എന്താണ്? ബിസിനസ്സിൻ്റെ സ്ഥിരത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരേ മെത്തേഡുകൾ ഉപയോഗിക്കണമെന്ന് പറയുന്നത്? ഇൻ്റർഫേം കമ്പാരിസന് വേണ്ടി, അല്ലെങ്കിൽ ഫേമിൻ്റെ തന്നെ പ്രോഫിറ്റ് പല വർഷങ്ങളിലെ കമ്പയർ ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് ഈ മെത്തേഡുകൾ മാറി മാറി ഉപയോഗിക്കരുത് എന്ന് പറയാൻ കാരണം. പല മെത്തേഡുകൾ ഉപയോഗിച്ചാൽ കമ്പാരിസണിലും എന്തുണ്ടാവും? വ്യത്യസ്തത അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. ദെൻ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ കൺസർവേറ്റിസം ഓർ പ്രൂഡൻസ് പ്രിൻസിപ്പിൾ. എന്താണ്? കൺസർവേറ്റിസം ഓർ പ്രൂഡൻസ് പ്രിൻസിപ്പിൾ. The concept of conservatism requires that profits should not be recorded and realized, but all losses, even those which may have a remote possibility, are to be provided for in the books of accounts. എന്താ പറയുന്നത്? വരാനിരിക്കുന്ന ലാഭം മുൻകൂട്ടി കണക്കിലെടുത്തുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പാടില്ല. എന്നാലോ വരാനിരിക്കുന്ന ലോസ് അത് നമ്മൾ മുൻകൂട്ടി കണക്കാക്കണം. ആൻറ്റിസിപ്പേറ്റഡ് ലോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ മുൻകൂട്ടി കണക്കാക്കി അത് റെക്കോർഡ് ചെയ്യണം എന്നാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. ഉദാഹരണത്തിന് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ. വാല്യൂയിങ് ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഈസ് ലോവർ. എന്താണ്? സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ നടത്തുമ്പോൾ എന്ത് ചെയ്യണം? കോസ്റ്റ് പ്രൈസാണോ മാർക്കറ്റ് പ്രൈസാണോ ഏതാണോ കുറവ്, ആ കുറവുള്ളത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കണക്കിലെടുക്കണം എന്നാണ് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്? നഷ്ടം മുൻകൂട്ടി നമ്മൾ കണക്കിലാക്കിയാണ്. നഷ്ടം മുൻകൂട്ടി കണക്കിലെടുക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ എന്ന തത്വമാണ് സ്റ്റോക്ക് വാല്യുവേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം ആൻറ്റിസിപ്പേറ്റഡ് ലോസ് ആയ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്, റൈറ്റിംഗ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ലൈക്ക് ഗുഡ് വിൽ, പേറ്റൻറ്റ്, ഇതൊക്കെ ഈ തത്വം പ്രകാരമാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കാണിക്കുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് കോൺസെപ്റ്റ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. Concept of materiality requires that accounting should focus on material facts. എന്താണ്? അക്കൗണ്ടിങ് ഷുഡ് ഫോക്കസ് ഓൺ മെറ്റീരിയൽ ഫാക്ട്സ്. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മാത്രമേ അക്കൗണ്ടിൽ കണക്കിലെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്രധാന സംഭവങ്ങൾ കണക്കിൽ പ്രതിപാദിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് പ്രകാരം പഠിക്കുന്നത്. എന്താണ്? അപ്രധാന സംഭവങ്ങൾ കണക്കിൽ പ്രതിപാദിക്കേണ്ട ആവശ്യമില്ല. അതായത് ചെറിയ ചെറിയ സംഭവങ്ങൾ കണക്കിൽ പ്രതിപാദിക്കേണ്ട ആവശ്യമില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം, പ്രധാനപ്പെട്ട കണക്കുകൾ മാത്രം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ രേഖപ്പെടുത്തിയാൽ മതിയാണ്. ഉദാഹരണത്തിന് സ്റ്റോക്ക് ഓഫ് പെൻസിൽ, സ്കെയിൽ എക്സെട്ര ആർ നോട്ട് ഷോൺ ആസ് അസറ്റ്സ്. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ സ്റ്റേഷനറി. ചെറിയ ചെറിയ കാര്യം അല്ലേ, നമ്മളൊരു പെൻസിൽ വാങ്ങി, ഒരു സ്കെയിൽ വാങ്ങി തുടങ്ങിയ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും അസറ്റായിട്ട് കണക്കിലെടുക്കേണ്ട. അതെന്തായിട്ട് കണക്കിലെടുത്താൽ മതി? സ്റ്റേഷനറി ആയിട്ട് പരിഗണിച്ചാൽ മതി. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ സ്റ്റേഷനറി. സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസിൻ്റെ ഹെഡിൽപ്പെടുന്ന ഐറ്റമാണ്. അപ്പോൾ ആ ഐറ്റമായിട്ട്
കണക്കിൽ കാണിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്. എന്താണ് ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്? ദി കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റിവിറ്റി റിക്വയർസ് ദാറ്റ് അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻ ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ആൻ ഒബ്ജക്റ്റീവ് മാനർ. This can be possible when each of the transaction is supported by verifiable documents or vouchers. എന്താണ് ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്? കണക്കിൽ കാണിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യതയുണ്ടായിരിക്കണം. അതായത് കണക്കിൽ കാണിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ തെളിവുണ്ടായിരിക്കണം. എന്താണ് ഈ അക്കൗണ്ടിങ്ങിലെ ഈ തെളിവുകൾ എന്ന് പറയുന്നത്? വൗച്ചർ, ബില്ല്, ഇൻവോയ്സ്. അപ്പോൾ ഏതൊരു കാര്യം നമ്മൾ കണക്കിൽ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും അതിന് വ്യക്തവും കൃത്യമായ തെളിവുകൾ അറ്റാച്ച് ചെയ്തിരിക്കണം. ഈ തെളിവുകൾ ഏതാണ്? വൗച്ചർ, ബില്ല്, ഇൻവോയ്സ് തുടങ്ങിയവ. അപ്പം വൗച്ചറിലെയും ബില്ലിലെയും ഇൻവോയ്സിലെയും ഒക്കെ കാര്യങ്ങളാണ് നമ്മൾ കണക്കിൽ രേഖപ്പെടുത്തേണ്ടത്. അല്ലെങ്കിൽ കണക്കിൽ രേഖപ്പെടുത്തുന്ന കാര്യങ്ങളോടൊപ്പം അതിന് തെളിവായ വൗച്ചറും ബില്ലുമൊക്കെ ബിസിനസ്സിൽ സൂക്ഷിച്ചിരിക്കണം. സപ്പോർട്ടീവ് എവിഡൻസ് ഉണ്ടായിരിക്കണം എന്നാണ് ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ് പ്രകാരം നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ബേസിക് ടേംസ് പഠിച്ചപ്പോൾ വൗച്ചേഴ്സിനെ പറ്റിയൊക്കെ പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ ആ വൗച്ചർ ഉണ്ടായിരിക്കണം എന്നാണ് ഈ കോൺസെപ്റ്റ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓർക്കുന്നുണ്ടോ? ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്, കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്, കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രൂഡൻസ് കോൺസെപ്റ്റ്, മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്, ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്. ഈ 5 തത്വങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ഏതൊക്കെയാണ്? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്റ്റ് ഓർ ഡ്യുവലിറ്റി കോൺസെപ്റ്റ് അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നമുക്ക് പ്രോബ്ലമൊക്കെ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കൺസെപ്റ്റാണ് ഡ്യുവൽ ആസ്പെക്റ്റ് ഓർ ഡ്യുവലിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഡ്യുവലിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ? ഏതൊരു ട്രാൻസാക്ഷനും 2 ഘടകങ്ങളുണ്ടായിരിക്കും. ഈ 2 ഘടകങ്ങളും 2 അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയിരിക്കും. ദെൻ റവന്യൂ റെക്കഗ്നിഷൻ ഓർ റിയലൈസേഷൻ കോൺസെപ്റ്റ്, മാച്ചിങ് കോൺസെപ്റ്റ്, പിന്നെ ഇന്ന് നമ്മൾ പഠിച്ച 5 പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സ്: ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്, കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്, കൺസർവേറ്റിസം കോൺസെപ്റ്റ്, മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്, ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഈ 13 കൺസെപ്റ്റ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുകയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുകയും സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് ലോസ് നിർണ്ണയിക്കുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.